ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ട് ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നയനയുടെ അച്ഛനും നന്ദുവും വന്നിട്ടാണുള്ളത്. അപ്പോൾ അവരുടെ അടുത്ത് നയന പറയാണ്, അമ്മ എന്ന് പറയുന്നത് ആദർശേട്ടന് മറ്റ് ആരേക്കാളും മുകളിലാണ്. ആ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ അത് കേട്ടിട്ട് അവരുടെ അച്ഛൻ പറയാണ്, അങ്ങനെ തന്നെയാണ് മോളെ വേണ്ടത്. അതുകൊണ്ട് മോൾക്ക് ജീവിതത്തിൽ ഒരു നഷ്ടവും വരില്ല. എന്നാൽ പിന്നെ അച്ഛൻ വാ മോളെ. പിന്നെ കാണിക്കുന്നത് അനിയെയാണ്. അനി വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ നയന അതുവഴി പോകുന്ന കണ്ടിട്ട് അനി വിളിക്കുകയാണ്, ഏടത്തി എന്താ ഈ വാഴ കല്യാണം നടത്തുന്നില്ലേ, അതിനെപ്പറ്റി ഞാൻ ഓൺലൈനിലൊക്കെ നോക്കിയിരുന്നു. ഒരു കല്യാണം നടക്കുമ്പോൾ അവരുടെ ജാതകത്തിലുള്ള ദോഷം മാറാൻ വേണ്ടിയല്ലേ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നയന പറയാണ്, അതെ. അപ്പോൾ എനിക്ക് 2 കല്യാണമുണ്ടോ? അതെന്താ അനി അങ്ങനെ ചോദിച്ചേ? അല്ല, അങ്ങനെയുള്ള സാഹചര്യത്തിലാണല്ലോ ആദ്യം വാഴയിൽ താലി കെട്ടിയിട്ട് പിന്നെ വാഴ വെട്ടിക്കളയുന്നത്. അങ്ങനെയൊന്നുമില്ല, അനി പറഞ്ഞതുപോലെ ദോഷങ്ങൾ മാറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഏടത്തി, എന്തിനാ ഇങ്ങനെ റിസ്ക് എടുത്തിട്ട് ഈ കല്യാണം നടത്തുന്നത്? അനി, ഈ കല്യാണം നടന്നില്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വരുന്നത് എനിക്കും നന്ദുവിനുമാണ്. എനിക്കറിയാലോ, ഞങ്ങൾ നിരപരാധികളാ. അവൾ അനിയെ ഒരു സുഹൃത്തായിട്ടേ കണ്ടിട്ടുള്ളൂ. അനിയാ അത് മനസ്സിലാക്കാതെ അതിന് വേറൊരർത്ഥം കൊടുത്തത്. ആയിക്കോട്ടെ, എന്നാൽ എനിക്ക് ചേരാത്തൊരു കല്യാണത്തിന് ഞാൻ നിന്ന് കൊടുക്കണോ? ഞാൻ വിഷമത്തോടെ ചോദിക്കുകയാണ്, അനി എന്തൊക്കെയായി പറയുന്നേ? കാര്യങ്ങൾ ഇത്രത്തോളമായിട്ട് ഇനി ഇതിൽ നിന്ന് ഒളിച്ചോടുന്നത് ശരിയാണോ? ഒന്നാമതേ മുത്തശ്ശൻ ഹോസ്പിറ്റലാണ്. അദ്ദേഹത്തിന് ഇങ്ങനൊരു ഷോക്ക് കൂടി കൊടുത്തു കഴിഞ്ഞാൽ മുത്തശ്ശൻ്റെ ആരോഗ്യം വഷളാവും അനി. അപ്പോൾ അതുവഴി വന്ന മുത്തശ്ശി ചോദിക്കുകയാണ്, എന്താ മോളെ? അത് മുത്തശ്ശി വാഴ കല്യാണം നടത്തിയതുകൊണ്ട് എനിക്കൊരു സംശയം, ഈ കല്യാണത്തിന് എന്തൊക്കെയോ ദോഷങ്ങൾ ഉണ്ടെന്ന്. മുത്തശ്ശി പിന്നെ അവനെ പിടിച്ച് ചേർത്ത് നിർത്തിയിട്ട് പറയാണ്, ദോഷം തീരാനല്ലേ മോനെ അങ്ങനെയൊക്കെ ചെയ്തത്. എൻ്റെ മുത്തശ്ശൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനും മുത്തശ്ശനും കൂടി ആയിരുന്നേനെ പുരോഹിതനെ കാണാൻ പോകുന്നത്. നിനക്കറിയാലോ, പുരോഹിതൻ എന്ത് പറഞ്ഞാലും അത് അതേപടി അനുസരിക്കുന്നയാളാണ് മുത്തശ്ശൻ. മുത്തശ്ശി, അദ്ദേഹം ഈ കല്യാണം വേണ്ടാന്ന് പറഞ്ഞായിരുന്നോ? മുത്തശ്ശി പിന്നെ നയനെ നോക്കുകയാണ്, നയന മുത്തശ്ശിയെയും. അപ്പോൾ പിന്നെ മുത്തശ്ശി പറയാണ്, ഏയ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഈ വിവാഹം നടക്കാൻ ചില തടസ്സങ്ങളുണ്ടായിരുന്നു. അതിപ്പോൾ വാഴ കല്യാണം നടത്തിയപ്പോൾ ആ തടസ്സങ്ങൾ മാറി. തടസ്സങ്ങളുണ്ടെന്ന് പറയുന്നത് ശരിയാണല്ലോ അനി. അനാമികയെ ആരൊക്കെ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി. അതിൻ്റെ പിന്നാലെ മുത്തശ്ശനും ഹോസ്പിറ്റലായി. അതൊക്കെ കൊണ്ടാ മുത്തശ്ശി പുരോഹിതനെ കാണാൻ പോയത്. അപ്പോൾ അനി പറയാണ്, ഞങ്ങളുടെ ജാതക പരിശോധന നടത്തിയത് അമ്പലത്തിലെ പൂജാരിയാണ്. ആ സമയത്ത് ഉറപ്പായിട്ടും മുത്തശ്ശനും മുത്തശ്ശിയും കൂടി അത് കൊണ്ടുപോയി പുരോഹിതനെ കാണിക്കണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഈ കല്യാണം വേണ്ടെന്ന് വെച്ചേനെ. ഇനിയിപ്പം അതേപ്പറ്റിയൊന്നും പറയണ്ട. നിനക്ക് വിധിച്ച പെൺകുട്ടിയാ അനാമിക. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ പോയി കാണാൻ തോന്നാതിരുന്നത്. പിന്നെ ഇപ്പം ചെറിയ ചെറിയ ദോഷങ്ങളുള്ളതൊക്കെ ഇതുകൊണ്ട് തീർന്നു. ഇനിയിപ്പോൾ ഈ കല്യാണത്തിന് നീ മനസ്സുകൊണ്ട് തയ്യാറെടുക്കുക വേണ്ടത്. അപ്പം നയന പറയാണ്, ഇതുവരെ എനിക്ക് അതിനെപ്പറ്റിയൊരു ബോധവും ഇല്ല. അതുകൊണ്ട് അതാണ് എല്ലാവരെയും അലട്ടിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ചും അനിയുടെ അമ്മയെ. മോനെ, അജയനും ജാനകിക്കും നീ ഒറ്റ മോനാ. അതുകൊണ്ട് തന്നെ നിൻ്റെ ജീവിതത്തെപ്പറ്റി അവർക്ക് ഒരുപാട് കണക്കുകൂട്ടലുണ്ട്. അതൊന്നും നീയായിട്ട് തെറ്റിക്കരുത് മോനെ. നാളെയാ കല്യാണം, അതുകൊണ്ട് ഇനി മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കണ്ട. അനാമികയ്ക്ക് നീ നല്ലൊരു ഭർത്താവാകണം. നയനയും ആദർശും ഈ വീടിന് മാതൃകയാകുന്നത് പോലെ നിങ്ങളും മാതൃകാ ദമ്പതിമാരായിട്ട് ജീവിക്കണം. നീ വാ മോളെ എന്ന് പറഞ്ഞ് നയനയും പിടിച്ചിട്ട് കൊണ്ടുപോവുകയാണ്. എന്നെ കാണിക്കുന്നത് നന്ദുവിനെയാണ്. നന്ദു സിറ്റൗട്ടിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് നടന്ന് കളിക്കാൻ വിഷമത്തോടെ. അപ്പോഴേക്കും അവിടേക്ക് അനി വരികയാണ്. അനി വന്നിട്ട് നന്ദുവിനോട് ചോദിക്കുകയാണ്, നന്ദു, നീ എന്താ അന്ന് വന്നിട്ട് ആരോടും ചോദിക്കാതെ പോയത്? അനി എന്നോട് അധികമൊന്നും സംസാരിക്കാൻ വരരുത്. അനിയുടെ അമ്മയ്ക്ക് ഇപ്പം എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. എൻ്റെ നിലപാട് ഞാൻ അനിയോട് പറഞ്ഞതാ. ഞാൻ നല്ലൊരു സുഹൃത്തായിട്ടാണ് അനിയെ കാണുന്നത്. എന്നിട്ടും എൻ്റെ പിന്നാലെ വരുന്നത് വലിയ കഷ്ടമാണ്. അയ്യോ, ഞാൻ അതേപ്പറ്റി പറയാനൊന്നല്ല ഇങ്ങോട്ട് വന്നത്. എനിക്ക് 2 കല്യാണമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ വാഴ കല്യാണം നടത്തിയത്. അപ്പം നന്ദു ചോദിക്കുകയാണ്, അങ്ങനെ നടത്തിക്കഴിഞ്ഞാൽ പിന്നെ 2 കല്യാണം ഉണ്ടാവില്ലേ? എനിക്കങ്ങനെ തോന്നുന്നില്ല. പിന്നെ എന്ത് കണ്ടിട്ടാണ് ഈ അനാമികയെ എൻ്റെ തലയിൽ കെട്ടിവെക്കുന്നതെന്ന് എനിക്കറിയില്ല. അവളെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയി. അതിൻ്റെ കാരണം എന്താണെന്ന് പോലും ഇവിടെ ആരും അന്വേഷിച്ചിട്ടില്ല. നാളെ അനിയുടെ കല്യാണം. ആ ബന്ധം നന്നായി പോകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനാമികയെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് വേണ്ടത്. എടോ, എൻ്റെ മനസ്സ് ഇപ്പോഴും എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല. നീ എന്നെ ഒരു സുഹൃത്തായിട്ടാണ് കാണുന്നതെന്ന് നീ പറഞ്ഞത് എനിക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അനി ഇതുപോലത്തെ സംസാരങ്ങൾ നിർത്തിയില്ലെങ്കിൽ ഞാൻ ഇപ്പം തന്നെ ഇവിടുന്ന് പോവും. പിന്നെ നാളെ മുഹൂർത്ത സമയത്തേ എത്തൂ.
അറിയാലോ, എല്ലാ കാര്യത്തിലും നയനേച്ചി എന്നെ അനുകൂലിക്കുന്നതാ. ഇവിടെ എൻ്റെ ചേച്ചിമാർക്കും അമ്മയ്ക്കും ഒന്നും ആർക്കും ഇഷ്ടമില്ലാത്തൊരു ബന്ധാ. അതുകൊണ്ട് അത് ഞാൻ ചെയ്യില്ല. ഓ അതെ, അപ്പോൾ അവരാണല്ലേ നന്ദുവിനെ പിന്തിരിപ്പിക്കുന്നേ? ഏയ് അല്ല, ഒരിക്കലുമല്ല. ഞാൻ നേരത്തെ ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തതാ. പിന്നീടാ അവരോടൊക്കെ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞേ. അവരും എൻ്റെ നിലപാടിനെ ശരിവെക്കുകയായിരുന്നു. അപ്പോഴേക്കും ജാനകി അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ നന്ദുമെല്ലനെ പറയാണ്, അതേ അനിയുടെ അമ്മ വരുന്നു. അപ്പോൾ അമ്മ വന്നതും ചോദിച്ചത് അനിയോട്, നിനക്കെന്താടാ ഇവളുടെ അടുത്ത് കാര്യം? അത് പിന്നെ നന്ദുവിനെ കണ്ടപ്പോൾ വിശേഷങ്ങളൊക്കെ ചോദിക്കായിരുന്നു. നിനക്ക് നാളെ കല്യാണമായിട്ട് വേറെ പണിയൊന്നുമില്ലേ? അപ്പോഴാണ് അതുവഴി നവ്യ വന്നത്. നവ്യ വന്നിട്ട് അവിടെ നിൽക്കുകയാണ്. കാരണം നവ്യയ്ക്ക് ഒന്നും അറിയാത്ത കാര്യമാണല്ലോ. അപ്പോൾ അനിയുടെ അമ്മ പറയാണ്, ഞാൻ പറഞ്ഞില്ലേ നിന്നോട് ഇവന് അരിയത്ത് വരുമ്പോൾ മുഖം തിരിച്ചു പോകണമെന്ന്. നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അനി ചോദിക്കുകയാണ്, അതിൻ്റെ കാരണം എന്താണെന്ന് അമ്മ പറഞ്ഞില്ലല്ലോ. നവ്യയും പെട്ടെന്ന് ഞെട്ടുകയാണ് പറയുന്നത് കേട്ടിട്ട്. കാരണം എന്താണെന്ന് രണ്ടാൾക്കും അറിയാം. നന്ദുവിനോട് ചോദിക്കുകയാണ്, നാളെ കല്യാണമായിട്ട് കൂടി നീ ഇവനെ വിടത്തില്ല അല്ലേ? അയ്യോ, ഞാനൊന്നും ചെയ്തില്ല അമ്മേ. അത് ശരിയാ, നന്ദു ഇവിടെ നിന്നപ്പോൾ ഞാൻ വന്ന് സംസാരിക്കായിരുന്നു. അങ്ങനെ സംസാരിക്കാൻ വരുമ്പോൾ ഇവിടെ നിന്നോടൊന്നും സംസാരിക്കാതെ മുഖം മാറ്റിയിട്ട് പോയിക്കൊള്ളണം. ഇവളോട് ഞാൻ പ്രത്യേകം പറഞ്ഞതാ കല്യാണത്തിൻ്റെ അന്ന് വന്നാൽ മതിയെന്ന്. പിന്നെ ഇന്ന് വരേണ്ട കാര്യമുണ്ടായിരുന്നോ? നീ പറയാണ്, അമ്മേ അമ്മ എന്താ അമ്മേ ഇങ്ങനെയൊക്കെ പറയുന്നേ? നന്ദുവിൻ്റെ 2 ചേച്ചിമാരും ഇവിടെയുണ്ട്, അമ്മയും ഉണ്ട്. അപ്പോൾ പിന്നെ നന്ദു ഇന്ന് തന്നെ ഇങ്ങോട്ട് വരണ്ടേ? നന്ദു, അമ്മ പറയുന്നത് കേട്ടിട്ട് ഒരു കാരണവശാലും നീ ഇവിടെ നിന്ന് പോകരുത്. അത് മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ വലിയ വിഷമമായിരിക്കും. അവർക്ക് വിഷമമായാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നീ വാ അമ്മേ. അമ്മേ നീ വാട ഇങ്ങോട്ട്, നിന്നോട് വരാനാ പറഞ്ഞേ. അമ്മേ എന്താ അമ്മേ? അമ്മേ അമ്മ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. അപ്പോഴാണ് നവ്യ വന്നിട്ട് ചോദിക്കുന്നത്, എന്താ മോളെ ഇതൊക്കെ? അവർ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. എന്തിനാ അവർ നിന്നോട് ചൂടായത്? നീയോട് നീ സംസാരിച്ച എന്താ കുഴപ്പം? അതേപ്പറ്റിയൊന്നും എന്നോട് ചോദിക്കരുത് ചേച്ചി. അവർക്കാർക്കും ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഇഷ്ടമല്ല. അത് കരഞ്ഞുകൊണ്ട് പറയാണ്, പിന്നെ എന്തിനാ എല്ലാവരും എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നേ? ഞാൻ 1000 തവണ അച്ഛനോട് പറഞ്ഞതാ വരുന്നില്ല വരുന്നില്ല എന്ന്. എന്നിട്ടും സമ്മതിച്ചില്ല. അപ്പോൾ നവ്യ പറയാണ്, നാളെ കല്യാണമല്ലേ മോളെ, ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് പോയാൽ മതി. പക്ഷേ അവരിങ്ങനെയൊക്കെ സംസാരിക്കാനുള്ള കാരണം എന്താ? എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല ചേച്ചി. നവ്യക്ക് ഒന്നും മനസ്സിലായിട്ടില്ല കാര്യം. ദയവ് ചെയ്ത് എന്നോടൊന്നും ചോദിക്കരുത്. ശരി, എന്നാൽ ചോദിക്കാനിവിടെ മറ്റു ചിലരുണ്ടല്ലോ, അവരോട് ഞാൻ ചോദിച്ചോളാം. അതൊക്കെ കേട്ടപ്പോൾ നന്ദുവിന് വല്ലാത്ത സങ്കടമായി. അപ്പോൾ നന്ദു അവിടെ നിന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. എന്നെ കാണിക്കുന്നത് നയനയും കനകയും സാരിയൊക്കെ എടുത്ത് നോക്കുകയാണ്. കനക പറയാണ്, അനിയുടെ കല്യാണമോ ഓണമോ ഒക്കെ ആയിട്ട് ഈ പ്രാവശ്യം സാരി കുറേ കിട്ടി. ദർശമോൻ കൊണ്ടുതന്നത് നല്ല വില കൂടിയ സാരികളാ കനക പറയാ. എന്നാലും എന്തിനാ ഇങ്ങനെയും പൈസ കളയുന്നതെന്ന് അറിയത്തില്ല. അപ്പോഴാണ് നവ്യ അങ്ങോട്ടേക്ക് വരുന്നത് അവരുടെ അടുത്തേക്ക്. വന്നിട്ട് നവ്യ പറയാണ്, നയനെ നന്ദുവിന് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് നമ്മളെല്ലാവരും ഉറപ്പിച്ചതാ. എന്നാൽ അതിന് കാരണം ആരും പറഞ്ഞില്ല. അനിയും നന്ദുവായിട്ട് എന്തെങ്കിലും അടുപ്പമുണ്ടോ? എന്താ രണ്ടാളും ഒന്നും മിണ്ടാത്തേ? നയനയും കനകയും പരസ്പരം നോക്കുകയാണ്. എന്തോ ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ നിങ്ങൾ പരസ്പരം നോക്കുന്നേ? പിന്നെ നയന പറയാണ്, ഒന്നുമില്ല ചേച്ചി. നയനെ, ഇപ്പോൾ നന്ദുവിനോട് ജാനകിയമ്മായി സംസാരിക്കുന്നത് കേട്ടിട്ടാണ് ഞാൻ വരുന്നത്. അവരുടെ സംസാരം എനിക്കത്ര പന്തിയായിട്ട് തോന്നിയില്ല. ഇതിനു മുമ്പൊക്കെ നമ്മളോട് അവർക്ക് വലിയ ഇഷ്ടമായിരുന്നല്ലോ, പ്രത്യേകിച്ച് നിന്നോട്. എന്നാൽ ഇന്നിപ്പോൾ അതല്ല സ്ഥിതി. നിന്നെ പോലും അവർ ശത്രുവായിട്ട് കാണുക. നന്ദു നേരത്തെ ഇവിടെ വന്നിട്ട് പിണങ്ങിപ്പോയത് പോലും അനിയുടെ അമ്മ കാരണമാണെന്ന് എനിക്ക് സംശയമുണ്ട്. അബേമോളെ, നീ അതൊക്കെ കളയേ, കനക പറയാ. അങ്ങനെ കളയാൻ എനിക്ക് പറ്റില്ല. നിങ്ങൾക്കൊക്കെ സത്യം അറിയാമെങ്കിൽ അത് പറഞ്ഞാലെന്താ? ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ ഞാനിപ്പോൾ അനിയുടെ അമ്മയുടെ അടുത്ത് പോയിട്ട് ചോദിക്കും എന്തുകൊണ്ടാണ് നന്ദുവിനെ കുറ്റപ്പെടുത്തുന്നതെന്ന്. നയന ആക്ഷനായിട്ട് കാണിച്ചു കൊടുക്കുകയാണ് നയനയോട് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നയന പറയാണ്, ചേച്ചി നമ്മുടെ നന്ദുവിന് ഒരു അബദ്ധം പറ്റി. ഇപ്പോൾ അതങ്ങ് സമ്മതിച്ചേക്കാം. ചേച്ചി അത് വെറുതെ ഇങ്ങനെ പറഞ്ഞു നടക്കല്ലേ. എൻ്റെ ആ സ്വഭാവമൊക്കെ ഞാൻ മാറ്റിയല്ലോ, പിന്നെ എന്താ നിനക്ക് ഉള്ളത് എന്നോട് പറഞ്ഞാൽ? നമ്മൾ വിചാരിച്ചത് നന്ദുവും അനിയും നല്ല സുഹൃത്തുക്കളാണ് എന്നല്ലേ. അതിനപ്പുറം അവർ അടുത്തു. നന്ദുവിൻ്റെ സ്വഭാവം ചേച്ചിക്കറിയാലോ. അങ്ങനെ ഒരാൺകുട്ടികളെയും അവളുടെ മനസ്സിനകത്ത് വലിച്ചു കയറ്റുന്നതല്ല. പക്ഷേ ഇവിടെ എങ്ങനെയോ അനിയും അവളെ ഇഷ്ടപ്പെട്ടു പോയി. അതുപോലെ തിരിച്ചും അവർ രണ്ടുപേരും പരിധി വിട്ട് അടുത്തു. നീ ഒരു തരത്തിലും നന്ദുവിനെ വിട്ടുകളയില്ല എന്ന് വന്നപ്പോൾ ഞാനും നന്ദുവും കൂടി ഒരു നാടകം കളിച്ചു. നന്ദുവിനെ ഞാൻ പറഞ്ഞു തിരുത്തി. അതിനുശേഷം നന്ദു അവനോട് അത്ര വലിയ അടുപ്പമൊന്നും കാണിച്ചിട്ടില്ല. അനിയൊരു നല്ല സുഹൃത്താണെന്നാ അവളെ ഇപ്പോൾ അനിയെ ധരിപ്പിച്ചിട്ടുള്ളത്. പ്രേമിച്ച് നടന്നായിരുന്നോ? ഏയ്, അങ്ങനെയൊന്നും നടന്നിട്ടില്ല. നന്ദുവിൻ്റെ മനസ്സെന്താണെന്ന് കൃത്യമായിട്ട് അനിയെ അറിയിച്ചിരുന്നില്ല. എന്നാലും നന്ദുവിൻ്റെ അടുപ്പവും പ്രവൃത്തിയും കാരണം അനി അവളുടെ ഇഷ്ടം മനസ്സിലാക്കിയിരുന്നു.
കനക എണീച്ചിട്ട് പറയാണ്, മോളെ പരസ്പരം സ്നേഹിക്കുന്നവരെ പിരിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങളുടെ ജീവിതം പോലും ഇവിടെ സുരക്ഷിതമല്ല. നന്ദുവിനെ കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണമെന്ന് ഞങ്ങൾ പറയണോ മോളെ? ഒരിക്കലും പറയരുത്. പക്ഷേ ഇവൾക്ക് കിട്ടിയൊരു നല്ല ജീവിതമാണ്. എൻ്റെ ഭർത്താവ് ഇപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞ് നിൽക്കുക. അനി ആദർശേട്ടനെ പോലെ നല്ലവനാ. പക്ഷേ നന്ദു ഈ വീട്ടിലേക്ക് മരുമകളായി വരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും സപ്പോർട്ട് ചെയ്യില്ല. നവിയുടെ മുത്തശ്ശനും മുത്തശ്ശിയും പോലും. ഇപ്പം തന്നെ ഇളയമ്മ എല്ലാം അറിഞ്ഞിട്ടുണ്ട്. നയന നവിയോട് പറയാം. അതിൻ്റെ ദേഷ്യ അവരീ കാണിക്കുന്നത്. നന്ദു അനിയോട് ആങ്ങളിയായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞെങ്കിലും അവൾക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലോ. അത് പിന്നെ കാണാതിരിക്കുമോ? ആദ്യമായിട്ട് അവളുടെ മനസ്സിൽ കയറിയ ആളാ അനി. അതുകൊണ്ട് അവനെ ഇനി അവളുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോഴേക്കും അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലേക്ക് നന്ദു വരികയായിരുന്നു. അപ്പോൾ നവ്യ പെട്ടെന്ന് തന്നെ വന്നിട്ട് അവളെ കെട്ടിപ്പിടിച്ചിട്ട് പറയാണ്, ഞാൻ ഇപ്പോഴാണ് മോളെ എല്ലാം അറിഞ്ഞത്. ഇങ്ങനെ കരഞ്ഞ മുഖവുമായിട്ട് നിൽക്കുന്ന നിന്നെ ഞങ്ങളാരും ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ അടുത്ത സമയങ്ങളിലായിട്ട് ഇത് ദിവസവും കാണുന്നുണ്ട്. അപ്പോൾ കനക കരഞ്ഞുകൊണ്ട് പറയാണ്, ഒന്നും പുറത്ത് കാട്ടരുത് എന്ന് ഞങ്ങൾ പറഞ്ഞതല്ലേ നന്ദൂട്ടാ. പുറത്ത് കാട്ടരുത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സും മുഖവും ഒക്കെ നമ്മുടെ കയ്യിലല്ലോ അമ്മേ. പിന്നെ നവ്യ ആശ്വസിപ്പിക്കുകയാണ്, സാരമില്ല മോളെ, നമ്മുടെയൊക്കെ ജീവിതം നിനക്കറിയാലോ. അനന്തപുരിയിലെ മരുമക്കളാണെന്ന് പുറത്തിറങ്ങുമ്പോൾ മേനി നടിച്ച് നടക്കാം. അതിനപ്പുറം ഞങ്ങൾക്കൊരു ജീവിതം കിട്ടിയിട്ടില്ല. എന്നെ കാണിച്ചിട്ട് പറയാണ്, ഇവളുടെ കാര്യം ഇപ്പോഴെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനാകെ തകർന്ന് നടക്കുന്നത്. ഒരു സമയത്ത് കോടീശ്വരനെ കെട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ആ ആഗ്രഹം തെറ്റാണെന്ന് പൂർണ്ണമായിട്ട് സമ്മതിക്കുന്നവരാ ഞാനും അമ്മയൊക്കെ. അത് നിനക്കറിയാലോ. നമ്മൾ അർഹിക്കുന്നത് മാത്രമേ ഞങ്ങൾ കൊതിക്കാൻ പാടുള്ളൂ മോളെ. എൻ്റെ മുന്നിൽ വെച്ചാ ആദർശേട്ടൻ്റെ അമ്മ പലതവണ പറഞ്ഞിട്ടുള്ളത്, അനാമികയാ ഈ വീട്ടിലെ ആദ്യത്തെ മരുമകൾ എന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു വേലക്കാരിയുടെ പരിഗണനയെ തന്നിട്ടുള്ളൂ. അതിനിടയിലേക്ക് നീ കൂടി കടന്നു വന്നാൽ നീ വല്ലാതെ ബുദ്ധിമുട്ടും മോളെ. പരസ്പരം കലഹിക്കാനല്ലല്ലോ മോളെ കല്യാണം കഴിക്കുന്നത്. എന്നും സന്തോഷം കിട്ടില്ലായിരിക്കും എന്ന് വെച്ച് ചിലപ്പോഴൊക്കെ സുഖവും സന്തോഷവും കിട്ടണ്ടേ. അതില്ലെങ്കിൽ പിന്നെ ആ ജീവിതവും മരണവും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? നന്ദു കരഞ്ഞുകൊണ്ട് പറയാണ്, ഇനി ആരും എന്നോടൊന്നും പറയണ്ട, എനിക്കൊരു വിഷമവും ഇല്ല. പക്ഷേ അനിയുടെ അമ്മ ഇപ്പോഴും എന്നെ വല്ലാതെ സംശയിക്കുക. എന്നാൽ അനിയാണെങ്കിൽ എന്നെ കാണുമ്പോൾ മുഖം തിരിച്ചു പോകുന്നുമില്ല. ഇങ്ങോട്ട് വന്ന് സംസാരിക്കുക, അതെൻ്റെ തെറ്റാണോ? അപ്പം നാന പറയാണ്, നാളെ ഒരു ദിവസം കൂടി എല്ലാം സഹിച്ചാൽ മതിയല്ലോ മോളെ. അത് കഴിഞ്ഞാൽ പിന്നെ പരമാവധി അനിയുടെയും അനാമികയുടെയും ഇടയിലേക്ക് നീ കയറി ചെല്ലാതിരുന്നാൽ മതി. അപ്പോൾ കനക പറയാണ്, അല്ല ഇപ്പം തന്നെ എനിക്ക് 2 കല്യാണം ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ വരുന്നവളുമായിട്ട് എത്രമാത്രം ഒത്തുപോകുമെന്ന് പറയാനും പറ്റില്ല. അവളെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടു പോയതല്ലേ, അപ്പോൾ എന്തോ കുഴപ്പമുണ്ടല്ലോ നാനെ. അങ്ങനെ കുഴപ്പം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ ചേച്ചി. നീ വളരെ നല്ലവനായോണ്ടാ നന്ദു അവനെ സ്നേഹിച്ചത്. അങ്ങനെയുള്ളപ്പോൾ അവന് സ്വഭാവ ദൂഷ്യമുള്ളൊരു പെൺകുട്ടി അവന് ഭാര്യയായിട്ട് വരാൻ പാടില്ല. പിന്നെ നവ്യ പറയാണ്, നിനക്ക് നല്ലൊരു ബന്ധം കിട്ടുമോളെ. ഞങ്ങൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടാൽ നീ നല്ലൊരു ഭർത്താവും കുടുംബവും ഒക്കെ ആയിട്ട് കഴിയുന്നത് ഞങ്ങൾക്ക് കാണണം. അത് കഴിഞ്ഞ് കുറച്ച് സമയം നന്ദുവും നവ്യയും കെട്ടിപ്പിടിച്ച് കരയാണ്. അതുപോലെ തന്നെ കനകയും നയനയും അതും കെട്ടിപ്പിടിച്ചൊന്ന് കരയാണ്. നന്ദുവിൻ്റെ അച്ഛൻ നല്ല വർക്കിലൊക്കെ ഏർപ്പെട്ടിട്ടാണുള്ളത്. അപ്പോൾ മുരുകനോട് പറയാണ്, മുരുക എളുപ്പം നോക്ക്, നമുക്ക് അകത്തും പണിയുണ്ട്. അപ്പോഴാണ് മുത്തശ്ശി അവിടേക്ക് വന്നത്, ഭക്ഷണം ഉണ്ടാക്കുന്ന മുറിയിലേക്ക്. ഗോവിന്ദൻ ഇവർക്കൊപ്പം കൂടിയോ? അതെന്തിനാ ഗോവിന്ദൻ ഇവർക്കൊപ്പം കൂടിയത്? ആൾക്കാരൊക്കെ വന്നും പോയി നിൽക്കുകയല്ലേ, അപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ ഇവർക്കൊപ്പം കൂടാന്ന് കരുതി. അപ്പോൾ മുത്തശ്ശി പറയാണ്, അതിനല്ല ഗോവിന്ദനോട് തലേ ദിവസം തന്നെ വരാൻ പറഞ്ഞത്. ഇവിടെ ഒരു കാരണവറായിട്ട് നിൽക്കാനാ. അല്ല, ഇതൊക്കെ എനിക്ക് പരിചയമുള്ള കാര്യം അമ്മേ. അയലത്തും ബന്ധുവീട്ടിലൊക്കെ കല്യാണം നടക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ അതിൽ പങ്കുകൊള്ളുക. പിന്നെ ഇവിടെയുള്ളവർ ഓരോരോ കാര്യങ്ങളുമായിട്ട് ഓടി നടക്കല്ലേ. അപ്പോൾ പാചകത്തിൻ്റെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചോളാന്ന് കരുതി. ഗോവിന്ദന് വയ്യാത്തതല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഗോവിന്ദൻ കഠിനമായ ജോലിയൊന്നും ചെയ്യണ്ട. ഇല്ല, ഞാനിവരെയൊക്കെ ഒന്ന് സഹായിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ വീണ്ടും മുത്തശ്ശി പറയാണ്, ഇനിയും ഇതുപോലുള്ള ഒരുപാട് ചടങ്ങുകൾ നടക്കാനുണ്ട്. നയനമോളോടി വിശേഷം അറിയിച്ച 2 പേരക്കുട്ടികളാണ് ഇവിടെ ജനിക്കാൻ പോകുന്നത്. അപ്പോൾ അയാൾ പറയാണ്, ഇപ്പോൾ 3ാമത്തെ മരുമകൾ കൂടി വരികയല്ലേ. മരുമകൾ പടികടന്ന് വരുമ്പോൾ അവളുടെ മാതാപിതാക്കൾ അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കയറി വരുമ്പോൾ ഇവിടുത്തെ കയറി വരുന്ന പെൺകുട്ടികൾ നല്ല സ്വഭാവമുള്ള ആളായിരിക്കണമെന്ന് അങ്ങനെയുള്ളൊരു പ്രാർത്ഥന ഞങ്ങൾക്കും ഉണ്ട്. ഇന്നത്തെ കാലത്ത് കല്യാണശേഷം മിക്ക കുടുംബങ്ങളിലും മനസ്സമാധാനം എന്നൊന്നുണ്ടാവില്ല. ആ ഒരു പേടിയുണ്ട്. അപ്പോൾ അവർ പറയാണ്, എൻ്റെ മക്കൾ വന്നതിന് ശേഷം ഇവിടുത്തെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു അല്ലേ.
ഗോവിന്ദൻ്റെ മൂത്ത മോളുടെ കാര്യമാണ് പറഞ്ഞതെങ്കിൽ അത് ഞാനൊരു പരിധിവരെ സമ്മതിച്ചു തരാം. കുറച്ച് പക്വതക്കുറവ് നവ്യ മോൾക്കുണ്ട്. പക്ഷേ നയനയുടെ കാര്യം അങ്ങനെയല്ല. ആ കുട്ടി ഞങ്ങൾ സങ്കല്പിച്ചതിനും അപ്പുറം. ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ മോൾക്ക് നന്നായിട്ടറിയാം. എന്നാൽ ഇവിടെ പലരും അത് മനസ്സിലാക്കുന്നില്ല. അവരും കൂടി ഇവൾക്കൊപ്പം നിന്നിരുന്നെങ്കിൽ ഈ വീടിൻ്റെ താക്കോല് നയനമോൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാമായിരുന്നു. സാരമില്ല, അധികം വൈകാതെ അതൊക്കെ സംഭവിക്കും. ഈ കുടുംബം ഇനി ആദർശിൻ്റെയും നയനമോളുടെയും കയ്യിലാണ്. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായാൽ ദേവയാനിയും ജലജയും ഒക്കെ അതിനെ എതിർക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഇപ്പോൾ ഒന്നും പറയാതിരിക്കുക. ആദർശിനെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത് കൊണ്ട് ആർക്കും ഒരു എതിർപ്പുമില്ല. പക്ഷേ അതിൻ്റെ കൂടെ നയന വരുന്നതാ പ്രശ്നം. പിന്നെ കുടുംബത്തിനകത്ത് ഏതു നേരെയുള്ള പെണ്ണുങ്ങൾക്ക് തന്നെയാ കുടുംബത്തിൻ്റെ താക്കോൽ കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ദിവസം എന്തേലും വന്നേ പറ്റൂ. അതും പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്ന് പോയി. അപ്പോൾ നയനയുടെ അച്ഛൻ ഒരു വിഷമത്തോടെ അവിടെ നിൽക്കുകയാണ്. പിന്നെ കാണിക്കാതെ ആദർശിനെയാണ്. ആദർശ് വന്നിട്ട് പറയാണ്, പത്തര മാറ്റി പകിട്ടിപ്പോൾ നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിക്ക് മാത്രമല്ല ഭാര്യയ്ക്കും അതുണ്ടടാ. അത് നീ സമ്മതിച്ചല്ലോ. സമ്മതിക്കാതിരിക്കാൻ പറ്റില്ലടാ. അങ്ങനെയാ കാര്യങ്ങളുടെ പോക്ക്. അപ്പോഴാണ് അനി അവിടെ വന്നത്. അപ്പോൾ അവർ പറയാണ്, ആ അനി വന്നല്ലോ, ഹലോ എന്ന് ഹായ് എന്ന് പറഞ്ഞ് അനി അവർക്കൊക്കെ കൈ കൊടുക്കുകയാണ്. എന്നിട്ട് അനി പറയാണ്, ഒരു മിനിറ്റ് ഏട്ടാ ഒന്നിങ്ങ് വന്നേ, ഞങ്ങൾ ഇപ്പോൾ വരെ. എന്നിട്ട് അനി ആദർശിനോട് ചോദിക്കുകയാണ്, ഏട്ടാ ഈ 2 കല്യാണം ഉള്ളത് കൊണ്ടാണ് എനിക്ക് വാഴക്കല്യാണം നടത്തിയത് അല്ലേ? അതുപോലെ ഞങ്ങളുടെ ജാതകം തമ്മിൽ ഒരുപാട് പൊരുത്തക്കേടുണ്ട് അല്ലേ? ആ നിലയ്ക്ക് ഈ ബന്ധം ഒത്തുപോകുമോ? അത് അനി പറയുന്നത് കേട്ടപ്പോൾ ആദർശൊന്ന് ഞെട്ടി. അപ്പോൾ അവൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ഇതുവരെ ആരും എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ എല്ലാവരും കയറിയിട്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ഓക്കെ.